നമ്മുടെ മോൾ നമ്മളോടൊപ്പം വരില്ലേ? ഉള്ളുരുകുന്നു ഒരു ഹൃദയവേദനയോടെ ആ അമ്മ ചോദിച്ചുപോയി. അറിയില്ല ബാനു. കേട്ടറിയോ വെച്ച് ഇനി അവൾ താങ്കളുടെ ഒപ്പം വരുമോ എന്ന് മഹാദേവനും സംശയം തോന്നി തുടങ്ങിയിരുന്നു. എനിക്കെന്റെ മോളെ വേണം. എത്ര പണം വേണമെങ്കിലും അവർക്ക് കൊടുക്കാമെന്ന് പറ. ബാനു വാശിയോടെ പറഞ്ഞുകൊണ്ട് പൊട്ടിക്കരഞ്ഞു. അവരനുഭവിക്കുന്ന മനോവിഷമം മഹാദേവൻ അറിയാമായിരുന്നു. പക്ഷേ തന്നാലും ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്. ശിവ താങ്കൾക്കൊപ്പം വരില്ല എന്നറിഞ്ഞാൽ ബാനുവിന് ഒരിക്കലും സഹിക്കാൻ കഴിയില്ല എന്നയാൾക്കറിയാം. വിഷമിക്കാതെ, ഞാൻ അവരുടെ അടുത്തേക്ക് ചെന്നൊന്ന് സംസാരിക്കട്ടെ. മഹാദേവൻ അവരെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞു. കാര്യമൊന്നും മനസ്സിലായില്ലെങ്കിലും അമ്മ കരയുകയാണെന്ന് കണ്ടതും ധ്രുവ അച്ഛനെ കെട്ടിപ്പിടിച്ച് കരയാൻ തുടങ്ങി. മഹാദേവൻ എന്ത് ചെയ്യണമെന്നറിയാതെ വല്ലാത്തൊരു പ്രതിസന്ധിയിലായിപ്പോയി. പക്ഷേ എന്തു തന്നെ വന്നാലും തനിക്കൊപ്പം തന്നെ മകളെ കൂട്ടണമെന്ന് അയാൾ ഉറപ്പിച്ചിരുന്നു. പറന്നുയരുന്ന പ്ലെയിനിൽ അഗ്നിയുടെ തോളിലേക്ക് മുഖം അമർത്തിക്കൊണ്ട് ശിവ ഇരുന്നു. പതിയെ അവളുടെ കണ്ണുകളിൽ ഉറക്കം തഴുകി. തനിക്ക് ചുറ്റും എന്താ നടക്കുന്നത് എന്ന് പോലും അറിയാതെ, താൻ വിശ്വസിച്ചവരെല്ലാം തന്നെ ചതിക്കുകയാണെന്നറിയാതെ ശിവ സന്തോഷത്തോടെ ആ നിമിഷങ്ങൾ ആസ്വദിച്ചു. 2 ദിവസം കൂടിയുള്ളൂ ഇനിയിവിടെ. മുറിയിലെ ബാൽക്കണിയിൽ നിന്ന് ബീച്ചിലേക്ക് നോക്കി നിൽക്കുന്നവരുടെ പുറകിൽ കൂടെ കെട്ടിപ്പിടിച്ചുകൊണ്ട് അഗ്നി പറഞ്ഞു. 3 ആഴ്ചയോളം ഇവിടെ നിൽക്കുമെന്ന് പറഞ്ഞിട്ട് ഒരാഴ്ച ആയപ്പോഴേക്കും തിരിച്ചു പോകാൻ പറയുന്നവനെ കൂർപ്പിച്ച് നോക്കിക്കൊണ്ട് ശിവ ചോദിച്ചു. ഇനിയും ചെന്നില്ലെങ്കിൽ കമ്പനിയുടെ കാര്യത്തിൽ ഒരു തീരുമാനമാകും. ഒരാഴ്ചത്തേക്ക് മാറി നിൽക്കാൻ കഴിഞ്ഞത് തന്നെ മഹാ അത്ഭുതമാണ്. അഗ്നി അവളുടെ തോളിൽ കടിച്ചുകൊണ്ട് പറഞ്ഞു. പപ്പ നോക്കില്ലേ കമ്പനിക്കാര്യങ്ങൾ. നമുക്ക് 2 ദിവസം കൂടി കഴിഞ്ഞിട്ട് പോകാം. ശിവക്ക് ഇവിടെ നിന്ന് പോരാൻ തന്നെ മടി തോന്നിപ്പോയി. പപ്പയും കൊണ്ട് എല്ലാം കൂടെ മാനേജ് ചെയ്യാൻ കഴിയില്ല. പിന്നെ 1-2 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മീറ്റിംഗ് ഉണ്ട്. അതിന് ഞാൻ അവിടെ ചെന്നേ പറ്റുകയുള്ളൂ. അഗ്നി അവളുടെ അരയിലൂടെ ചേർത്ത് പിടിച്ചുകൊണ്ട് തോളിൽ മുഖം അമർത്തിക്കൊണ്ട് പറഞ്ഞു. എങ്കിൽ നമുക്ക് ഒരു വട്ടം കൂടി ഇങ്ങോട്ട് വരണം. ശിവ അവന് നേരെ മുഖം തിരിച്ചുകൊണ്ട് പറഞ്ഞു. ഇനി നമ്മൾ ഇങ്ങോട്ട് വരില്ല. അഗ്നി മുഖത്തേക്ക് വീഴുന്ന അവളുടെ മുടിയിണകൾ പിന്നിലോട്ട് ഇട്ടുകൊണ്ട് പറഞ്ഞു. അതെന്താ വരാത്തത്? ദേവേട്ടിന് ഈ സ്ഥലം ഒട്ടും ഇഷ്ടപ്പെട്ടില്ലേ? ശിവ അവനെ നോക്കി സംശയത്തോടെ ചോദിച്ചു. ഞാൻ ഇവിടെയൊക്കെ 4-5 തവണ വന്നതാണ്. ഇനിയും ഇങ്ങോട്ട് തന്നെ വരണമെന്ന് പറഞ്ഞ് നമുക്ക് അടുത്തത് വേറെ വല്ലയിടത്തേക്കും പോകാം. അഗ്നി പറഞ്ഞതും ശിവ അതിന് തലയാട്ടി. എങ്കിലും അവൾക്ക് ഇവിടെ നിന്ന് പോകുന്നതിന് നല്ല വിഷമമുണ്ടായിരുന്നു. ഇവിടെ ഒരുപാട് ഇഷ്ടപ്പെട്ടിരുന്നു. അതിന് കാരണം തന്നെ അഗ്നി ഈ ദിവസങ്ങളിലെല്ലാം അവളുടെ ഒപ്പം മാത്രമായിരുന്നു. വേറെ ഒന്നിനും അവൻ മുൻഗണന കൊടുത്തിരുന്നില്ല. ഇനി നിനക്ക് അത്രക്ക് നിർബന്ധമാണെങ്കിൽ വരാമടി. അഗ്നി അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു. ദേവു ഒരുപാട് ലിസ്റ്റ് വിട്ടിട്ടുണ്ട്. അതെല്ലാം വാങ്ങിക്കേണ്ടേ? ശിവ അവനെ നോക്കി പുഞ്ചിരിയോടെ ചോദിച്ചു. നാളെ പോയി വാങ്ങിക്കാം, അഗ്നി പറഞ്ഞു. നാളെ തന്നെ അവളോട് വിവാഹം കഴിക്കാനുണ്ടായ കാര്യങ്ങളെല്ലാം പറഞ്ഞുകൊണ്ട് എല്ലാ സത്യവും അവളെ അറിയിക്കണമെന്ന് അഗ്നി തീരുമാനിച്ചു. പിന്നെ രണ്ടുപേരും ഒരുപാട് നേരം ആ ബാൽക്കണിയിൽ ചിലവഴിച്ചു. രാത്രി 12 മണിയായിട്ടും ദത്തൻ വരുന്നത് കാണാതെ വന്നതും സീത ദേവുവിന്റെ മുറിയിലേക്ക് നടന്നു. അവളുടെ ഫോൺ മേടിച്ചുകൊണ്ട് വിളിക്കാൻ വേണ്ടി. അല്ലെങ്കിൽ ദത്തൻ ഇത്ര വൈകാറില്ല. നേരത്തെ വരാറുള്ളതാണ്. 2 ദിവസമായി ദത്തൻ വല്ലാത്ത തിരക്കിലായിരുന്നു. ദേവു. സീത ദേവുവിന്റെ മുറിയുടെ വാതിൽ തട്ടിക്കൊണ്ട് വിളിച്ചു. എന്താ അമ്മ? 2-3 തട്ടലിന്റെ ശേഷമാണ് അവൾ വാതിൽ തുറന്നത്. ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് വന്നതുകൊണ്ട് തന്നെ അവൾക്ക് അതിന്റെ ഒരു ഈർഷ്യമുണ്ടായിരുന്നു. പപ്പയൊന്ന് വിളിച്ചേ നീ? ഇതുവരെ എത്തിയിട്ടില്ല, സീത ആദിയോടെ പറഞ്ഞു. പപ്പയ്ക്ക് വല്ല ജോലി തിരക്ക് കൊണ്ടായിരിക്കും അമ്മ വരാൻ വൈകുന്നത്. ഏട്ടനില്ലാത്തതല്ലേ, അപ്പ ആ ജോലി കൂടി പപ്പയ്ക്കുണ്ടായിരിക്കും. ദേവു മുറിയിൽ ചെന്ന് ഫോൺ എടുക്കുന്നതിനിടയിൽ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ പപ്പ വൈകാറില്ല. ഇവിടെ വന്ന ഓഫീസ് റൂമിലിരുന്ന് വർക്ക് ചെയ്യാറാണ് പതിവ്. സീത ആ സാധ്യത നിഷേധിച്ചുകൊണ്ട് പറഞ്ഞു. ഫോൺ ബെല്ല് ചെയ്യുന്നുണ്ടമ്മ, പക്ഷെ എടുക്കുന്നില്ല. ദേവു പപ്പയ്ക്ക് വിളിച്ചപ്പോൾ എടുക്കാത്തത് കണ്ടപ്പോൾ പറഞ്ഞു. ഒന്നും കൂടെ വിളിച്ചു നോക്ക് നീ, സീത ആദിയോടെ പറഞ്ഞു. ഇല്ല അമ്മ, എടുക്കുന്നില്ല. ദേവു നിരാശയോടെ ഫോൺ വെച്ചുകൊണ്ട് പറഞ്ഞു. നീരജിനെ ഒന്ന് വിളിച്ചു നോക്ക് നീ, സീത പേടിയോടെ പറഞ്ഞു. അവരുടെ മനസ്സെന്തോ ആപത്ത് പറ്റിയിട്ടുണ്ട് എന്നതുപോലെ വല്ലാത്തൊരു ആദിയായിരുന്നു. നീരജ് ദത്തന്റെ പേഴ്സണൽ സെക്രട്ടറിയാണ്. ഹലോ നീരജ് അങ്കിൾ, പപ്പ ഓഫീസിൽ നിന്ന് വന്നിട്ടില്ല. അങ്കിളിന്റെ ഒപ്പമുണ്ടോ? ദേവു നീരജ് കോൾ എടുത്തപ്പോൾ ചോദിച്ചു. ഇല്ല, ദത്തൻ സർ 9 മണിയൊക്കെ അടുപ്പിച്ച് ഇറങ്ങിയതാണല്ലോ, ഇതുവരെ വന്നിട്ടില്ലേ? നീരജ് സംശയത്തോടെ ചോദിച്ചു. ഇല്ല, പപ്പ ഇതുവരെ വീട്ടിലേക്ക് വന്നിട്ടില്ല. വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നുമില്ല, ദേവു പറഞ്ഞു. മോളൊന്ന് വെക്ക്, ഞാൻ ഓഫീസിലുള്ള സ്റ്റാഫിനെ വിളിച്ചു നോക്കട്ടെ. ഇനി സാറ് വല്ല ആവശ്യത്തിനു വേണ്ടി ഓഫീസിലേക്ക് ചെന്നോ എന്നുള്ളത്. നീരജ് അത്രയും പറഞ്ഞുകൊണ്ട് കോൾ അവസാനിപ്പിച്ചു. പപ്പ ഓഫീസിൽ നിന്ന് പോന്നിട്ടുണ്ട് എന്നാണ് നീരജ് അങ്കിൾ പറഞ്ഞത്.
ഇനി എന്തെങ്കിലും ആവശ്യത്തിന് അവിടേക്ക് തന്നെ ചെന്നുക്കണോ എന്നുള്ളത് വിളിച്ചു ചോദിക്കട്ടെ എന്ന് പറഞ്ഞു. ദേവു നീരജ് പറഞ്ഞതെല്ലാം അമ്മയോട് വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞു. അമ്മ ഇങ്ങനെ ടെൻഷനാകാൻ മാത്രം ഒന്നും ഉണ്ടാകില്ല. പപ്പ ചിലപ്പോൾ ഓഫീസ് കാര്യത്തിന് വേണ്ടി ആരുടെയെങ്കിലും അടുത്തേക്ക് പോയതായിരിക്കും, അല്ലെങ്കിൽ ഓഫീസ് ഫയൽ എന്തെങ്കിലും എടുക്കാൻ മാറുന്നപ്പോൾ അവിടേക്ക് ചെന്നിട്ടുണ്ടാകും. ടെൻഷൻ അടിച്ചു നിൽക്കുന്ന അമ്മയെ കണ്ടതും ദേവു പറഞ്ഞു. വൈകുമെങ്കിൽ വിളിച്ചു പറയാറില്ലേ? ഇതിപ്പോ 12 മണിയും കഴിഞ്ഞു, ഇതുവരെ വരാനായില്ല എന്ന് പറഞ്ഞ അതിന് മാത്രം എന്ത് തിരക്കാണ് അവിടെ ഉള്ളത്? സീത ടെൻഷനോടെയും ദേഷ്യത്തോടെയും പറഞ്ഞു. ദേവു വീണ്ടും വീണ്ടും പപ്പയുടെ ഫോണിലേക്ക് വിളിച്ചെങ്കിലും റിങ് ചെയ്യുന്നുണ്ടെന്നല്ലാതെ ആരും കോൾ അറ്റൻഡ് ചെയ്തില്ല. നീ കിടന്നോ, ഒരുപാട് നേരം ഉറക്കമൊഴിക്കേണ്ട. മരുന്ന് കഴിക്കുന്നത് കൊണ്ട് തന്നെ ദേവുന് ഇപ്പോൾ ഭയങ്കര ക്ഷീണമാണ്. അതിന്റെ കൂടെ ചില നേരത്തെല്ലാം അവൾക്ക് വേദന ഉണ്ടാകാറുണ്ട്. അതുകൊണ്ട് തന്നെ സീത പറഞ്ഞു. ഇനിയിപ്പോ പപ്പ വന്നിട്ട് കിടക്കാം, ഉറക്കം പോയി പിന്നെ അങ്കിൾ ഇപ്പോ വിളിക്കുമായിരിക്കും. ദേവു ബെഡിൽ ചാനിരുന്നു കൊണ്ട് പറഞ്ഞു. നീരജ് വിളിച്ചാൽ ഞാൻ ഫോൺ എടുത്തോളാം, നീ കിടന്നോ, അമ്മ ഇവിടെ ഇരുന്നോളാം. അവൾക്ക് കിടക്കാൻ വേണ്ടി ലൈറ്റ് ഓഫ് ചെയ്തുകൊണ്ട് സീത പറഞ്ഞു. ദേവു സീതയുടെ മടിയിൽ തലവെച്ചുകൊണ്ട് കിടന്നു. സീത അവളുടെ മുടിയിൽ തലോടിക്കൊണ്ട് ഓരോ ആലോചനയിൽ മുഴുകിക്കൊണ്ട് അങ്ങനെ ഇരുന്നു. നോ സർ, സാറിന്റെ ഒപ്പം തന്നെ ദത്തൻ സർ ഇറങ്ങിയതാണ്, പിന്നെ ഇങ്ങോട്ട് വന്നിട്ടൊന്നുമില്ല. പ്രൊജക്ടിന്റെ കാര്യമെല്ലാം കഴിഞ്ഞതാണല്ലോ, അതിന്റെ ഫൈനൽ പേപ്പറുമായിട്ടാണ് സർ പോയിട്ടുള്ളത്. നീരജ് കമ്പനിയിലെ സ്റ്റാഫിനെ വിളിച്ചപ്പോൾ അയാൾ പറഞ്ഞു. ഓക്കെ, അരവിന്ദ് സാറിനൊപ്പം വേറെ ആരെങ്കിലും ഉണ്ടായിരുന്നോ? നീരജ് സംശയത്തോടെ ചോദിച്ചു. ഇല്ല, അരവിന്ദ് മറുപടി പറഞ്ഞു. നീരജ് കോൾ കട്ട് ചെയ്തുകൊണ്ട് വീണ്ടും ദത്തന്റെ നമ്പറിലേക്ക് വിളിച്ചു. പക്ഷേ റെസ്പോണ്ട് ഒന്നും ഉണ്ടായില്ല. അയാൾ കാറും എടുത്തുകൊണ്ട് ദത്തൻ പോകാറുള്ള പബ്ബിലേക്ക് തിരിച്ചു. ചിലപ്പോഴെല്ലാം അവിടെ പോകാറുണ്ട്. ആ ഓർമ്മയിൽ അവിടേക്കാണ് ആദ്യം പോയി നോക്കാമെന്ന് കരുതിയത്. പക്ഷെ അവിടെയൊന്നും ദത്തനെ കാണാൻ നിരഞ്ജന് കഴിഞ്ഞില്ല. സീതയും ദത്തന്റെ ഫോണിലേക്ക് വിളിച്ചുകൊണ്ടേയിരിക്കുകയായിരുന്നു. പെട്ടെന്നാണ് കോൾ അറ്റൻഡ് ചെയ്തത്. ഹലോ, എന്താ വരാൻ ഇത്ര ലേറ്റ് ആകുന്നത്? അവിടെ നിന്നുള്ള മറുപടിയൊന്നും കാത്തു നിൽക്കാതെ സീത ചോദിച്ചു. മേഡം, ഈ ഫോണിന്റെ ഉടമ ഹോസ്പിറ്റലിലാണ്. അയാൾക്കൊരു ആക്സിഡന്റ് പറ്റിയിട്ടുണ്ട്. ഫോൺ എന്റെ കയ്യിലായിപ്പോയി. ഫോൺ എടുത്ത ആൾ പറഞ്ഞു. അയ്യോ, എന്തെങ്കിലും കുഴപ്പമുണ്ടോ? സീത ദേവുനെ മടിയിൽ നിന്ന് അകറ്റി മാറ്റിക്കൊണ്ട് ഞെട്ടലോടെ വെപ്രാളത്തോടെ ചോദിച്ചു. അറിയില്ല, നിങ്ങൾ ആരെങ്കിലും വരികയാണെങ്കിൽ. അയാൾ ആ രാത്രി അവിടെ നിന്ന് മടുത്തതിന്റെയും പിന്നെ ഇതിനി തന്റെ മേലെ ആകുമോ എന്നുള്ള അലസതയോടെ ചോദിച്ചു. ഏത് ഹോസ്പിറ്റലാണ്? ഞങ്ങൾ ഇപ്പോൾ വരാം. സീതയ്ക്ക് വിറച്ചുകൊണ്ട് സംസാരിക്കാൻ പോലും കഴിയുന്നുണ്ടായിരുന്നില്ല. അയാൾ അഡ്രസ്സ് പറഞ്ഞു കൊടുത്തതും സീത ഫോണും എടുത്തുകൊണ്ട് മീനാക്ഷി അമ്മയുടെ മുറിയിലേക്ക് ഓടി. ഹോസ്പിറ്റൽ വരാന്തയിലൂടെ നടക്കുമ്പോൾ സീതയുടെ ഉള്ളം കൈ പോലും വിറക്കുന്നുണ്ടായിരുന്നു. സീതയ്ക്കൊപ്പം സത്യനാഥും മീനാക്ഷി അമ്മയും മുത്തശ്ശനും ഉണ്ടായിരുന്നു. റിസപ്ഷനിൽ പോയി അന്വേഷിച്ചപ്പോൾ അവർ റൂം നമ്പർ പറഞ്ഞു കൊടുത്തിരുന്നു. പുറത്ത് തന്നെ നീരജും ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്ന ആളും നിൽക്കുന്നുണ്ടായിരുന്നു. അവരെ ഒന്ന് നോക്കിക്കൊണ്ട് എല്ലാവരും മുറിയിലേക്ക് കയറി. കണ്ണടച്ച് കിടന്നിരുന്ന ദത്തൻ മുറിയുടെ വാതിൽ തുറക്കുന്ന ശബ്ദം കേട്ടതും അവിടേക്ക് നോക്കി. സീതയുടെ കണ്ണ് നെറ്റിയിലും കയ്യിലുമെല്ലാം ബാൻഡേജ് ചുറ്റിക്കെട്ടിയതിലായിരുന്നു. അത് കണ്ടതും അവരുടെ കണ്ണുകൾ നിറഞ്ഞു. ദത്ത, സൂക്ഷിച്ചൊക്കെ വണ്ടി ഓടിക്കണ്ടേ? അവന്റെ മേലുള്ള മുറിവെല്ലാം കണ്ടതും മീനാക്ഷി അമ്മ അവന്റെ കൈ പൊതിഞ്ഞു പിടിച്ചുകൊണ്ട് ചോദിച്ചു. ദത്തൻ അതിന് മറുപടിയൊന്നും പറഞ്ഞില്ല. സീത വന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളെല്ലാവരും ആകെ പേടിച്ചുപോയി. വേദന നല്ലോണം ഉണ്ടോടാ നിനക്ക്? മീനാക്ഷി അമ്മ ദത്തന്റെ മുഖത്തെ മുറിവുകൾ കണ്ടത് ചോദിച്ചു. ഇപ്പൊ കുഴപ്പമൊന്നുമില്ല, നേരത്തെ വേദന എടുത്തപ്പോൾ നേഴ്സ് വന്ന് ഇഞ്ചക്ഷൻ വെച്ച് ഇപ്പൊ പോയതേ ഉള്ളൂ. ദത്തൻ അമ്മയെ നോക്കിക്കൊണ്ട് പറഞ്ഞു. പിന്നെ ആക്സിഡന്റ് പറ്റിയത് എവിടെയാണെന്നൊക്കെ ചോദിച്ചറിഞ്ഞു. കുറച്ചുനേരം സംസാരിച്ചിരുന്നപ്പോഴേക്കും ദത്തന് നല്ല ക്ഷീണമുള്ളത് കൊണ്ട് തന്നെ കണ്ണെല്ലാം അടഞ്ഞു പോകുന്നുണ്ടായിരുന്നു. നിങ്ങൾ രണ്ടുപേരും പൊക്കോ, ഞാനും ചേച്ചിയും നിന്നോളാം. മീനാക്ഷി അമ്മയ്ക്ക് ഒരുപാട് നേരം ഇരിക്കാനൊന്നും കഴിയില്ല, കാലുവേദന ഉള്ളത് കൊണ്ട് തന്നെ. അതുകൊണ്ട് തന്നെ സത്യനാഥ് പറഞ്ഞു. പോകാം മീനാക്ഷി, അല്ലെങ്കിൽ നിന്റെ കാലിലെല്ലാം നന്നായി നീര് വരും. രാവിലെ വരാൻ നമുക്ക്, വിഷ്ണുവർദ്ധൻ മീനാക്ഷി അമ്മയോടായി പറഞ്ഞു. അവരും അതിനെ മൂളിക്കൊണ്ട് എഴുന്നേറ്റു. ഇപ്പോൾ തന്നെ ചെറുതായി കാലിനെല്ലാം തരിപ്പ് തോന്നി തുടങ്ങിയിരുന്നു അവർക്ക്. സീത, നീ ഇങ്ങനെ കണ്ണു നിറച്ച് നിൽക്കാതെ, അവനിപ്പോ കുഴപ്പമൊന്നുമില്ല. ഇപ്പോഴും സോഫയുടെ അടുത്ത് നിന്ന് ദത്തനെ നോക്കിക്കൊണ്ട് കരഞ്ഞുകൊണ്ടിരിക്കുന്ന സീതയെ നോക്കിക്കൊണ്ട് മീനാക്ഷി അമ്മ പറഞ്ഞു. അഗ്നിയെ വിളിച്ചു പറയട്ടെ? മീനാക്ഷി അമ്മയും വിഷ്ണുവർദ്ധനും പോയപ്പോൾ സത്യനാഥ് ദത്തനോടായി ചോദിച്ചു. അവൻ ഇതെല്ലാം അറിഞ്ഞിട്ടുണ്ടാകും. അത്രമാത്രം പറഞ്ഞുകൊണ്ട് ദത്തൻ മിഴികൾ അടച്ചു. ഞാൻ റൂം നോക്കട്ടെ, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചാൽ മതി.
സത്യനാഥ് സീതയോട് അത്രയും പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് നടന്നു. പിന്നെയും കുറെ നേരം കഴിഞ്ഞിട്ടാണ് സീത അടുത്തുള്ള ചെയറിൽ വന്നിരുന്നത്. ദത്തന്റെ കയ്യിൽ മുറുകെ പിടിച്ചവർ കണ്ണീരോടെ ഇരുന്നു. ചെറുതായി വേദനയൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ദത്തൻ വെറുതെ ഒന്ന് കണ്ണടച്ചതേ ഉണ്ടായിരുന്നുള്ളൂ. കയ്യിലേക്ക് വെള്ളം വീണപ്പോഴാണ് കണ്ണു തുറന്നത്. തന്നെ നോക്കി നിറഞ്ഞ കണ്ണുകളോടെ ഇരിക്കുന്നവളെ കണ്ടതും ദത്തൻ അവരെ ഗൗരവത്തോടെ നോക്കി. ഞാൻ മരിച്ചു പോയിട്ടൊന്നുമില്ലല്ലോ സീത, ദത്തൻ ഗൗരവത്തോടെ പറഞ്ഞു. കയ്യിൽ അനുഭവപ്പെടുന്ന വേദനയിൽ ദത്തൻ കയ്യിലേക്കൊന്ന് നോക്കി. അയാളുടെ കയ്യിൽ അമർത്തി ഒരു നുള്ളു കൊടുത്തിരുന്നു സീത. അങ്ങനെയൊന്നും പറയരുത്. ദത്തന് നേരെ അതൊരു താക്കീതായിരുന്നു. പിന്നെ ദത്തനൊന്നും പറയാൻ നിന്നില്ല. ശ്രദ്ധിച്ചോടിച്ചുകൂടായിരുന്നില്ലേ? മുഖത്തുള്ള മുറിവുകളെല്ലാം കണ്ടതും സീത സങ്കടത്തോടെ ചോദിച്ചു. കൊല്ലണമെന്ന് കരുതിയവർക്ക് മുമ്പിൽ നിന്ന് രക്ഷപ്പെടാൻ വലിയ പാട് തന്നെയാണ്. അപ്പോൾ ചിലപ്പോൾ നമുക്ക് പരിക്കുപറ്റി എന്നു വരും. ദത്തൻ നിസ്സാരമായി പറഞ്ഞു. പക്ഷേ സീത അതെല്ലാം നെട്ടലോടെയാണ് കേട്ടത്. കൊല്ലാനൊക്കെ ശ്രമിക്കുകയോ? സീത നെട്ടൽ വിട്ടുമാറാതെ ചോദിച്ചു. അവരാകെ പേടിച്ചു പോയിട്ടുണ്ടായിരുന്നു. ദത്തൻ അവരുടെ മേഖലയിലേക്ക് നോക്കി നിന്നതല്ലാതെ ഒന്നും പറഞ്ഞില്ല. ആരുമായും ശത്രുതയ്ക്ക് പോകരുതെന്ന് അച്ഛൻ പറഞ്ഞിട്ടില്ലേ? ബിസിനസ് ഡീലുമായുള്ളതല്ല അച്ഛനോട് സംസാരിക്കുമ്പോൾ അയാൾ ദത്തനോട് പറയുന്ന വാക്കുകൾ ഓർത്തുകൊണ്ട് സീത പറഞ്ഞു. ഞാൻ ആരുമായി ഒന്നിനും പോയിട്ടില്ല. ഇങ്ങോട്ട് വരുന്നത് എങ്ങനെ നേരിടണമെന്ന് സൂര്യദത്തൻ അറിയാം. സീത പറഞ്ഞത് ഇഷ്ടപ്പെടാതെ ദത്തൻ ഗൗരവത്തോടെ പറഞ്ഞു. കഴിക്കാൻ എന്തെങ്കിലും മേടിച്ചു കൊണ്ടുവരട്ടെ? ദത്തന്റെ ദേഷ്യം കണ്ടതും ആ സംസാരം മുന്നോട്ട് കൊണ്ടുപോകാൻ സീത ആഗ്രഹിച്ചില്ല. അതുകൊണ്ട് തന്നെ ചോദിച്ചു. നീരജിനെ പറഞ്ഞയച്ചാൽ മതി. അവൻ പുറത്തുണ്ടാവും. ലേറ്റ് ആയിട്ടുള്ളത് വല്ലതും മതി. ദത്തൻ അതിനൊന്ന് മൂളിക്കൊണ്ട് പറഞ്ഞു. നീരജിനോട് പറഞ്ഞു വന്നിട്ട് ദത്തന്റെ ചോരക്കറയുള്ള ഷർട്ടെല്ലാം മാറ്റിക്കൊടുത്തു. മുഖമെല്ലാം നനഞ്ഞ തോർത്തുകൊണ്ട് തുടച്ചും കൊടുത്തു സീത. അപ്പോഴേക്കും നീരജ് ദത്തന് കഴിക്കാനുള്ള ഫുഡും കൊണ്ട് വന്നിരുന്നു. തുടരും. സ്റ്റോറി ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ്